ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ മലയാള സെക്കൻഡ് അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് 3 മുഴുവനായിട്ട് നമ്മൾ സെറ്റാക്കുന്ന ഈ സെക്ഷനിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. യൂണിറ്റ് 3 മലയാള സെക്കൻഡിലെ പാഠഭാഗങ്ങൾ നമുക്കറിയാം. വാക്കുകൾ വിടരുന്ന പുലരികൾ എന്നാണ് ആ യൂണിറ്റിൻ്റെ പേര്. അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ പരിശോധിക്കുകയാണ്. പാഠഭാഗത്തിൻ്റെ ആശയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം സെറ്റാക്കുക. നമ്മുടെ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബിനകത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സുഖമായിട്ട് അത് കിട്ടും. അത് കാണുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഈ ചോദ്യോത്തര സെക്ഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എത്തിച്ചേരുക. പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗം നമുക്ക് അതിനകത്തുണ്ട്. പണയം എന്ന പാഠഭാഗം അതിനകത്തുണ്ട്. അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയുമുണ്ട്. പത്രനീതി എന്ന സുകുമാർ അഴീക്കോടിൻ്റെ ലേഖനമാണ്. പണയം എന്ന കഥയാണ്. അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയാണ്. അതിനകത്ത് പത്രനീതി സുകുമാർ അഴീക്കോട് ആദ്യം തന്നെ ചാപ്റ്റർ നമുക്ക് നോക്കാം. പാഠസംഗ്രഹം ഇതാണ്: പത്രം എല്ലാറ്റിനെയും വിമർശിക്കുന്നു, എന്നാൽ പത്രം അത്രത്തോളം വിമർശന വിധേയമാകുന്നില്ല എന്ന ആശയം വിശകലനം ചെയ്യുകയാണ് പത്രനീതി എന്ന ലേഖന ഭാഗം. എല്ലാത്തിനെയും വിമർശിക്കാൻ പത്രത്തിന് സാധിക്കുന്നുണ്ട്, എന്നാൽ പത്രങ്ങൾക്കും തെറ്റുപറ്റാലോ. ആ തെറ്റുകളെ വിമർശിക്കാൻ എന്തില്ല, ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല ഈ ലേഖനം എഴുതുന്ന സമയത്ത്. ഏതു മനുഷ്യനും വാർത്ത അറിയുന്നതിനു മാത്രമല്ല, വാർത്ത നൽകുന്നതിനും പത്രത്തെ ആശ്രയിക്കുന്നു. പത്രങ്ങൾ സൂര്യന് ചുവടെയും മേലെയുമുള്ള എല്ലാറ്റിനെ പറ്റിയും വൃത്താന്തങ്ങൾ തരുന്നു എന്ന് മാത്രമല്ല, അവയെ വിമർശിക്കുകയും ചെയ്യുന്നു. പക്ഷെ അത്രത്തോളം പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല. സ്വേച്ഛാധിപതി പോലും പത്രത്തെ ഭയപ്പെടുന്നു എന്ന വാദഗതിയെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ആര്, സുകുമാർ അഴീക്കോട്. ഭരണാധികാരികൾ പത്രത്തെ പീഡിപ്പിക്കുന്നതും നിരോധിക്കുന്നതും പത്രത്തിനോടുള്ള പേടി മൂലമാണ്. എന്നാൽ പത്രസ്ഥാപനങ്ങൾക്ക് ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. രാഷ്ട്രീയ നിലപാടുകൾ, സാമ്പത്തിക വശം, അധികാര കേന്ദ്രങ്ങളുടെ നിലപാട്, സർക്കുലേഷൻ തന്ത്രങ്ങൾ, വായനക്കാരുടെ സമൂഹത്തിൻ്റെ താല്പര്യം എന്നിങ്ങനെ സമൂഹ നന്മ ലക്ഷ്യമാക്കിയായിരിക്കണം ഓരോ പത്രങ്ങളും പ്രവർത്തിക്കേണ്ടത്. തിന്മകൾക്കെതിരെ പ്രതികരിക്കണം, തിരുത്തൽ ശക്തിയാവണം എന്നിങ്ങനെ പത്രധർമ്മങ്ങളെ അടയാളപ്പെടുത്തുമ്പോഴും ഓരോ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് പിന്നിലും ഈ സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനുവേണ്ടി പലപ്പോഴും വാർത്തകൾ വളച്ചൊടിക്കപ്പെടുന്നു. എന്നാൽ ഇന്ന് നവമാധ്യമങ്ങൾ പത്രങ്ങളുടെ ഈ കള്ളക്കളികളെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. സെറ്റാണോ മക്കളെ? റെഡി? നോക്കുക. പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ അഭിലഷിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണ്. ആര് പറഞ്ഞതാണ്? തോമസ് ജെഫേഴ്സൺ പറഞ്ഞതാണ്. ഈ പ്രസ്താവനയിലൂടെ തോമസ് ജെഫേഴ്സൺ അർത്ഥമാക്കുന്നത് എന്താണ്? പത്രമില്ലാതെ ഒരു സ്ഥലത്ത് ഭരണമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തെക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഭരണമൊന്നും അവിടെ വേണ്ട, ആര് മാത്രം മതി, പത്രം മാത്രം മതി എന്ന ഒരു കാഴ്ചപ്പാടാണ് ജെഫേഴ്സൺ പറയുന്നത്. സത്യവും ധർമ്മവും നീതിയും പുലർത്തുന്ന ഏറ്റവും ഉന്നതമായ അവസ്ഥയിലായിരിക്കണം പത്രം. അങ്ങനെയാണെങ്കിൽ അരാജകമായ ഒരവസ്ഥയിൽ പത്രങ്ങളുടെ സാന്നിധ്യം രാജ്യത്തെ രക്ഷിക്കും എന്നതാണ് ഇവിടെ സൂചിതമാകുന്ന അർത്ഥം. സെറ്റാണോ? സത്യവും ധർമ്മവും നീതിയും പുലർത്തുന്ന ഏറ്റവും ഉന്നതമായ അവസ്ഥയിലായിരിക്കണം പത്രം. അങ്ങനെയാണെങ്കിൽ അരാജകമായ ഒരവസ്ഥയിൽ പത്രങ്ങളുടെ സാന്നിധ്യം രാജ്യത്തെ രക്ഷിക്കും എന്നതാണ് ഇവിടെ സൂചിതമാകുന്ന അർത്ഥം. സെറ്റ്. പത്രം അസത്യമാണെന്നറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്തിൽ അക്കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പത്ര മാധ്യമ വാർത്തകളെ അടിസ്ഥാനമാക്കി ഈ നിരീക്ഷണത്തിൻ്റെ പ്രസക്തി പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക. പത്രം എന്ന് പറയുന്നത് അസത്യമാണ് പറയുന്നത് എന്നറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്താൽ അക്കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പത്ര മാധ്യമ വാർത്തകളെ അടിസ്ഥാനമാക്കി ഈ നിരീക്ഷണത്തിൻ്റെ പ്രസക്തി പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നോക്കുക. ലോകത്തെവിടെയുമുള്ള കാര്യങ്ങൾ അറിയാനും അറിയിക്കാനുമുള്ള ഉപാധിയാണ് പത്രങ്ങൾ. ലോകത്തെവിടെ നടക്കുന്ന കാര്യം നമുക്കറിയണമെങ്കിൽ, നമുക്ക് അറിയിക്കണമെങ്കിൽ നമുക്ക് ആര് വേണം? പത്രം കൂടിയേ തീരൂ. പത്രത്തിൽ വന്ന ഒരു വാർത്ത തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും തിരുത്തി വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും
അതിനും ആരെ തന്നെ ആശ്രയിക്കണം? പത്രങ്ങളെ തന്നെ ആശ്രയിക്കണം. എന്നാൽ സത്യമായ കാര്യങ്ങളെ വളച്ചൊടിച്ച് ജനശ്രദ്ധ നേടിയെടുക്കാൻ മാധ്യമങ്ങൾ ഇന്ന് മത്സരിച്ചു കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അസത്യമായിട്ടുള്ള വാർത്തകളെ പല രീതിയിൽ ആവർത്തിച്ച് പറഞ്ഞ് പ്രശ്നത്തെ സങ്കീർണമാക്കുന്ന പ്രവണത ഇന്ന് ഏറി വരികയാണ്. അസത്യമായ വാർത്തകൾ എങ്ങനെയെങ്കിലും സത്യമാകുമെന്ന വിചാരത്തിൽ വാർത്തകളെ ചതച്ചരയ്ക്കുന്നു. എന്നാൽ വാർത്തയുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ശരിയേതെന്ന് അറിയാൻ മിനക്കെടാതെ അസത്യം വ്യാപിക്കാനാണ് ഇന്ന് മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അസത്യം പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിലും പല സമ്മർദ്ദങ്ങളും ഉണ്ടായിരിക്കും. ചില സ്ഥാപിത താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഇത്തരത്തിൽ പ്രവർത്തിക്കാം. എന്നാൽ യഥാർത്ഥ പത്രധർമ്മം സത്യത്തെ മറയ്ക്കുകയോ ചെയ്യാതെയും പക്ഷം പിടിക്കാതെയും അന്യനെ തേജോവധം ചെയ്യാതെയും വസ്തുനിഷ്ഠമായി വാർത്തകൾ പ്രസിദ്ധീകരിക്കുക എന്നതാണ്. സെറ്റാണോ? ലോകത്തെവിടെയുമുള്ള കാര്യങ്ങൾ എന്ന് നോക്കിയിട്ട് അവസാനം വരെ എന്ത് ചെയ്യുക? ഒന്ന് സെറ്റാക്കിക്കൊള്ളുക. ദെൻ നെക്സ്റ്റ്, എൻ്റെ വിസ്മയം. 19-ാം നൂറ്റാണ്ടുകാരനായ ബട്ട്ലർ 20-ാം നൂറ്റാണ്ടിൻ്റെ ഈ വൈകിയ കാലഘട്ടത്തിൽ നമ്മുടെ പത്രങ്ങൾ എത്തിച്ചേർന്ന അസൂയാവഹമല്ലാത്ത അവസ്ഥാവിശേഷം അന്ന് കണ്ടറിഞ്ഞ് വിളിച്ചു പറഞ്ഞത് എങ്ങനെയെന്ന് ചിന്തിച്ചാണ്. പത്രം അസത്യമാണെന്നറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്തിൽ അക്കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്ന് സുകുമാർ അഴീക്കോട് സൂചിപ്പിക്കുന്നു. പത്രമാധ്യമങ്ങളെക്കുറിച്ചുള്ള ലേഖകന്റെ നിരീക്ഷണങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം യുക്തിപൂർവ്വം സമർത്ഥിക്കുക എന്നുള്ളതാണ് ചോദ്യം. തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച് പത്രമാധ്യമങ്ങൾ ജനങ്ങൾക്കിടയിൽ അവയോടുള്ള വിശ്വാസ്യത തന്നെ ഇല്ലാതാക്കുന്നു എന്നായിരുന്നു ബട്ട്ലറുടെ അഭിപ്രായം. ഓർത്തു വെച്ചേക്കുക, തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച് പത്രമാധ്യമങ്ങൾ ജനങ്ങൾക്കിടയിൽ പത്രത്തിനോടുള്ള വിശ്വാസ്യത തന്നെ ഇല്ലാതാക്കുന്നു എന്നായിരുന്നു ബട്ട്ലറുടെ അഭിപ്രായം. പത്രങ്ങൾ അസത്യമായ വാർത്തകൾ നൽകിക്കൊണ്ട് അവ സത്യമായി തീരുമെന്ന് പ്രതീക്ഷിച്ച് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ ലേഖകൻ സുകുമാർ അഴീക്കോടും അഭിപ്രായപ്പെടുന്നത്. ലേഖകന്റെ ഈ അഭിപ്രായത്തെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള നിരവധി വാർത്തകൾ ഇന്ന് പത്രത്തിൽ വരുന്നുണ്ട്. എന്നാൽ ശരിയായ അന്വേഷണത്തിലൂടെ പിന്നീട് സത്യമാണെന്ന് തെളിയിക്കപ്പെട്ട നിരവധി സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇത്തരം സംഭവങ്ങൾ മാധ്യമത്തിനുമേൽ ജനങ്ങളുടെ വിശ്വാസ്യത കുറയ്ക്കാൻ സഹായിക്കുകയുള്ളൂ. സെറ്റാണോ? തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച് പത്രമാധ്യമങ്ങൾ ജനങ്ങൾക്കിടയിൽ അവയോടുള്ള വിശ്വാസ്യത തന്നെ ഇല്ലാതാക്കുന്നു എന്നായിരുന്നു ബട്ട്ലറുടെ അഭിപ്രായം. പത്രങ്ങൾ അസത്യമായ വാർത്തകൾ നൽകിക്കൊണ്ട് അവ സത്യമായി തീരുമെന്ന് പ്രതീക്ഷിച്ച് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ലേഖകൻ അഭിപ്രായപ്പെടുന്നത്. ലേഖകന്റെ ഈ അഭിപ്രായത്തെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള നിരവധി വാർത്തകൾ ഇന്ന് പത്രത്തിൽ വരുന്നുണ്ട്. എന്നാൽ ശരിയായ അന്വേഷണത്തിലൂടെ പിന്നീട് സത്യമാണെന്ന് തെളിയിക്കപ്പെട്ട നിരവധി സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇത്തരം സംഭവങ്ങൾ മാധ്യമത്തിനുമേൽ ജനങ്ങളുടെ വിശ്വാസ്യത കുറയ്ക്കാൻ സഹായിക്കുകയേ ഉള്ളൂ. സെറ്റ്. പണയം. ഈ സന്തോഷ് കുമാർ. പാഠസംഗ്രഹം നമുക്ക് നോക്കാം. സമൂഹത്തിൽ പുതിയ നവമാധ്യമങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, റേഡിയോ ഒക്കെ പുതിയ നവമാധ്യമങ്ങളുടെ സ്വാധീനം, റേഡിയോ അല്ല, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ നവമാധ്യമങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിലും നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും മനുഷ്യർക്ക് ഏറെ പ്രിയപ്പെട്ട മാധ്യമമാണ് റേഡിയോ. ഇപ്പം അതിന് FM റേഡിയോ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ വല്ലാതെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരു തയ്യൽക്കാരനാണ് ചാക്കുണ്ണി. ഹൃദയമുള്ള ഇയാൾ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഒരു റേഡിയോ വാങ്ങിയത്. ചാക്കുണ്ണിയുടെ ഇളയ കുട്ടിക്ക് അസുഖം പിടിപെട്ടു. റേഡിയോ പണയം വെച്ച് ചികിത്സിക്കേണ്ടി വന്നു. ചെമ്പുമത്തായുടെ അടുക്കൽ റേഡിയോ പണയം വെക്കുമ്പോൾ ചാക്കുണ്ണിയുടെ ഉള്ളിൽ തീയായിരുന്നു. സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗം ആരോ പറിച്ചു മാറ്റുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാളുടെ ജോലിയിലുള്ള ശ്രദ്ധ പാളിപ്പോയി. കുട്ടി മരിച്ചതിന് ശേഷം ചാക്കുണ്ണി മത്തായിയുടെ വീട്ടിലെത്തി. റേഡിയോയിൽ ബാറ്ററി ഇട്ട് ഇളയ കുട്ടിക്ക് ഇഷ്ടമുള്ള ബാലമണ്ഡലം പരിപാടി കേട്ടു. അത് തീർന്നപ്പോൾ ചാക്കുണ്ണി റേഡിയോയിൽ നിന്ന് ബാറ്ററി ഊരിയെടുത്ത് തിണ്ണയിൽ നിന്നിറങ്ങി. ഇതായിരുന്നു നമ്മുടെ പാഠഭാഗത്തിൻ്റെ സംഗ്രഹം. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. പണിയെടുക്കുമ്പോഴും റേഡിയോ കേൾക്കാൻ മൂപ്പരെ? ഞാൻ അങ്ങനെയായിരുന്നു. തയ്ക്കണ സമയത്ത് പാട്ടും നാടകവും ശബ്ദരേഖയും ഒക്കെ കേൾക്കും. ബട്ടൺ തുന്നുമ്പോൾ പ്രാദേശിക വാർത്ത, വക്കടിക്കുമ്പോൾ വയലും വീടും. കഥയിലെ മറ്റ് സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് റേഡിയോയുമായുള്ള ചാക്കുണ്ണിയുടെ ആത്മബന്ധം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. നോക്കുക, ആറാട്ടുകുന്നിൽ
റേഡിയോ വാങ്ങിച്ച ആദ്യത്തെ പൗരൻ ചാക്കുണ്ണിയായിരുന്നു. പിൻവശത്ത് ഒരു കുട്ടിയുടെ പടമുള്ള മർഫി റേഡിയോയാണ് ചാക്കുണ്ണി വാങ്ങിയത്. പാട്ട് കേൾക്കാനും വാർത്തകൾ അറിയാനുമൊക്കെയായി ദൂരത്ത് നിന്നുള്ളവർ പോലും അവിടെ എത്തിച്ചേർന്നു. രാത്രി കടപൂട്ടി ചാക്കുണ്ണി വീട്ടിലേക്ക് പോകുമ്പോൾ ചെറിയ സ്വരത്തിൽ റേഡിയോ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. പാട്ട് കേൾക്കുന്നതിന് വേണ്ടി പിന്നാലെ ആളുകളും ഉണ്ടാവും. വീട്ടിൽ ഭാര്യയും കുട്ടികളും റേഡിയോ കേൾക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അങ്ങനെ ഇരിക്കെയാണ് ചാക്കുണ്ണിയുടെ ഇളയ കുട്ടിക്ക് അസുഖം പിടിപെട്ടത്. ചികിത്സയുടെ ആവശ്യത്തിനായി ചാക്കുണ്ണിക്ക് റേഡിയോ പണയം വെച്ചത്. ഇടയ്ക്ക് ചെമ്പുമത്തായിയുടെ വീട്ടിൽ ചാക്കുണ്ണി പോകുന്നുണ്ട്. റേഡിയോ പ്രവർത്തിപ്പിച്ച് നോക്കുന്നതിന് വേണ്ടി ചെമ്പുമത്തായിയുടെ അടുക്കൽ റേഡിയോ പണയം വെക്കുമ്പോൾ ചാക്കുണ്ണിയുടെ ഉള്ളിൽ തീയായിരുന്നു. ചെമ്പുമത്തായി ആ റേഡിയോ എവിടെ സൂക്ഷിക്കും? അയാൾ അത് മച്ചിലേക്ക് വലിച്ചെറിയുകയില്ലേ? അവിടെ പൊടി കയറി അത് കേടുവരുമോ? എലികൾ അതിൻ്റെ ലോലമായ പുറം ഭാഗം കരണ്ട് കളയുമോ? എത്ര നാൾ കഴിഞ്ഞാണ് അതിന് തിരിച്ചു കിട്ടുക എന്നൊക്കെ പല ചിന്തകൾ ചാക്കുണ്ണിയുടെ മനസ്സിലൂടെ കടന്നുപോയി. അസുഖം ഭേദമാകാതെ ഇളയ കുട്ടി മരിച്ചു. റേഡിയോ പണയത്തിലുമായി ചാക്കുണ്ണി തീരാ ദുഃഖത്തിനടിമയായി. അതുകൊണ്ടാണ് എൻ്റെ കണക്കൊക്കെ തെറ്റിയല്ലോ മത്തായി മൂപ്പരെ എന്ന് ആര് പറയുന്നത്? ചാക്കുണ്ണി പറയുകയും ചെയ്യുന്നത്. സെറ്റ്. കഥാപാത്ര സവിശേഷതകൾ ഓർത്തു വെക്കുക. ചെമ്പുമത്തായി എന്ന് പറയുന്ന കഥാപാത്രത്തിന് പണത്തിനോടുള്ള ആർത്തി ഉണ്ടായിരുന്നു, മനുഷ്യത്വമില്ലായ്മയുണ്ടായിരുന്നു, മക്കളെ പോലും ലാളിക്കുന്നില്ല, സഹൃദയത്വമില്ല, വിശ്വാസങ്ങൾ കേവലം പ്രകടനം മാത്രം, മൂല്യങ്ങൾക്കും കലയ്ക്കും ജീവിതത്തിൽ യാതൊരു സ്ഥാനവും കൽപ്പിക്കുന്നില്ല, പണമുണ്ടാക്കൽ മാത്രമാണ് ജീവിതം. ഈ പോയിന്റുകളെ നമ്മൾ എന്ത് ചെയ്യണം? പാരഗ്രാഫിലേക്ക് മാറ്റണം. ചെമ്പുമത്തായി എന്ന് പറയുന്ന കഥാപാത്രം പണത്തിനോട് ആർത്തിയുള്ള കഥാപാത്രമാണെന്നും മനുഷ്യത്വമില്ലായ്മയോടുകൂടി പെരുമാറുന്ന ഒരു കഥാപാത്രമാണ് ചെമ്പുമത്തായി എന്ന് പറയുന്ന കഥാപാത്രം. അതുകൊണ്ട് തന്നെ മക്കളെപ്പോലും സ്നേഹിക്കാനോ ലാളിക്കാനോ ആർക്ക് സാധിച്ചിട്ടില്ല? ചെമ്പുമത്തായിക്ക് സാധിച്ചിട്ടില്ല എന്ന് നമ്മുടെ ഉത്തരത്തിൽ വരണം. കലകളൊക്കെ മനുഷ്യന്റെ സമയം നഷ്ടപ്പെടുത്താനുള്ള മാർഗം മാത്രമാണെന്ന് ആരുടെ പക്ഷം? ചെമ്പുമത്തായിയുടെ പക്ഷം. വിശ്വാസങ്ങൾ പോലും പള്ളിയിലെ അച്ഛൻ പരാതി പറയാതിരിക്കാനാണ് ആര് നിർവഹിക്കുന്നത്? ചെമ്പുമത്തായി നിർവഹിക്കുന്നത്. ഇങ്ങനെ പാരഗ്രാഫ് രൂപത്തിലേക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഉത്തരത്തിനെ മാറ്റണം. സെറ്റല്ലേ? സെറ്റ്. അപ്പോൾ ചാക്കുണ്ണി ആരായിരുന്നു? ദരിദ്രനായ ഒരു തുന്നൽക്കാരനായിരുന്നു ചാക്കുണ്ണി. ദാരിദ്ര്യാവസ്ഥയിലാണെങ്കിലും കല ആസ്വാദകൻ കൂടിയാണ് ആര്? ചാക്കുണ്ണി. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അറിഞ്ഞുകൊണ്ടും അറിയാതെയും പരോപകാരം ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾ പണം കൊടുക്കാതെ തയ്ച്ചു പോകാറുണ്ട്. ആരുടെ അടുത്തുനിന്നും? നമ്മുടെ ചാക്കുണ്ണിയുടെ അടുത്തുനിന്ന്. കുടുംബത്തോടും സഹജീവികളോടും സ്നേഹമുള്ളവരാണ്. തൊഴിലിൽ ആത്മാർത്ഥത പുലർത്തുന്നവൻ. ഈ പോയിന്റുകളെ നമ്മൾ എന്ത് ചെയ്യുക? വികസിപ്പിക്കുക. സെറ്റ്. റേഡിയോ അടുത്ത ചോദിക്കാൻ സാധ്യതയുള്ളൊരു കഥാപാത്രമാണ്. കഥയിലുടനീളം ചാക്കുണ്ണിയേക്കാളും ചെമ്പുമത്തായിയേക്കാളും മറ്റേത് കഥാപാത്രക്കാളും നിറഞ്ഞു നിൽക്കുന്നൊരു കഥാപാത്രമാണ് ആര്? റേഡിയോ. മനുഷ്യ കഥാപാത്രത്തിന് തുല്യമായ സ്ഥാനം ഈ സന്തോഷ് കുമാർ ആർക്ക് നൽകിയിട്ടുണ്ട്? റേഡിയോക്ക് നൽകിയിട്ടുണ്ട്. ഇത് കാണുന്ന സമയത്ത്, കഥയിൽ റേഡിയോയുടെ സാന്നിധ്യം വരുന്ന സമയത്തൊക്കെ വായനക്കാരിൽ പഴയകാല ഒരു ഗ്രാമീണ ചിത്രങ്ങളിലേക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഓർമ്മകളെ കൊണ്ടുപോകുന്നുണ്ട്. ചാക്കുണ്ണിയുടെ മാനസപുത്രനായിരുന്നു. എന്നാൽ ചെമ്പുമത്തായിക്ക് അതൊരു വെറും ഉപകരണം മാത്രമായിരുന്നു. ചാക്കുണ്ണിയുടെ ജീവിതത്തെ നിയന്ത്രിക്കുക പോലും ചെയ്യുന്ന ആര് തന്നെയാണ്? റേഡിയോ തന്നെയാണ്. സെറ്റ്. ദെൻ അമ്മയുടെ എഴുത്തുകൾ വി മധുസൂദനൻ നായർ. നഗരപ്രദേശത്ത് താമസമാക്കിയ സമയത്ത് തൻ്റെ വീടൊന്ന് അടിച്ച് വൃത്തിയാക്കുന്ന സമയത്താണ് അമ്മയുടെ പഴയ എഴുത്തുകൾ കാണുന്നത്. അമ്മയെക്കുറിച്ചും മാതൃഭാഷയെക്കുറിച്ചും ഓർമ്മിക്കാനിടയായ ആ സന്ദർഭം കവിതാരൂപത്തിൽ വി മധുസൂദനൻ നായർ ഓർമ്മിക്കുന്നു. വാത്സല്യം, ഉത്കണ്ഠ, ഉപദേശം തുടങ്ങിയവയാണ് അമ്മയുടെ ആ കണ്ടെത്തിയ കത്തിലെ വിഷയങ്ങളായിട്ടുണ്ടായിരുന്നത്. അമ്മയുടെ കത്തിലൂടെ കവി അറിയുന്നത് നാട്ടുപുരാണങ്ങൾ, വീട്ടുവഴക്കുകൾ, ഉത്സവ കാര്യങ്ങൾ, കൃഷി, മരുന്നുകുറിപ്പുകൾ, വിതപ്പൊലിപ്പാട്ടുകൾ, നാവേറുമന്ത്രം തുടങ്ങിയവയാണ്. അമ്മയുടെ കത്തുകൾ നാദമായും തേനായും സ്പന്ദനമായും കവിക്ക് അനുഭവപ്പെട്ടു. നാവിലെ തേൻ, നാഭിയിലെ സ്പന്ദനം, ഉള്ളെഴുത്തുകൾ എന്നിവ സവിശേഷ പ്രയോഗങ്ങളാണ്. ഓർക്കുക, അമ്മ മാത്രമല്ല മാതൃഭാഷയും കവിതയുടെ പ്രമേയമാണ്. അമ്മയിൽ നിന്ന് അകലുന്ന കുട്ടികൾ മാതൃഭാഷയിൽ നിന്നുകൂടി അകലുന്നു. തലമുറകൾ കഴിയും തോറും വൈകാരിക ബന്ധം ഇപ്പോൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ചോദ്യോത്തരത്തിലേക്ക് വരാം. ആര് തേടും? നാളെ നമ്മുടെ കുട്ടികൾ കോർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ? ഇവിടെ അമ്മ മാതൃഭാഷ തന്നെയാണ്. മലയാള ഭാഷ നേരിടുന്ന വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ മുകളിൽ കൊടുത്ത വരികൾ വിശകലനം ചെയ്യുക. മാതൃഭാഷ മാതാവിന് തുല്യമാണ്. മാതൃഭാഷയാകുന്ന അമ്മയുമായുള്ള പൊക്കിൾ കൊടി ബന്ധം മുറിച്ചു കളഞ്ഞത് പോയ കാലത്തിൻ്റെ മധുരങ്ങളിൽ കൊതിയൂറുന്ന ശീലവും കൂടി നാം മറന്നു തുടങ്ങിയിരിക്കുന്നു. മാതൃഭാഷയിലുള്ള അമ്മയുടെ എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഇരിക്കട്ടെ എന്നും
കവി പറയുന്നു. അപ്പോഴും നമ്മുടേതായതൊക്കെയും മായുമെന്നും ആ പാരമ്പര്യം അവരുടെ നാവുകളിലൂടെ ചൊല്ലുകളായി ഉയർക്കുമെന്നും നാളത്തെ തലമുറ ഭാഷയും സംസ്കാരവും പാരമ്പര്യവും അറിയാതെ വളരുമോ എന്നും ചോദിക്കുന്നു. അമ്മ ആരാണെന്നും മാതൃഭാഷയുടെ തനിമയും ഈണവും ഉച്ചാരണവും എങ്ങനെയെന്നും മലയാള ഭാഷയുടെ പിറവി എങ്ങനെയെന്നും വരും തലമുറ ചോദിക്കുമോ എന്ന് കവി ആകുലപ്പെടുന്നു. സെറ്റാക്കി വെച്ചോളുക. ദെൻ നെക്സ്റ്റ്, അമ്മയുടെ എഴുത്തുകളെ അമ്മതൻ ചിന്മുദ്രയാണീ എഴുത്തുകൾ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ട്? അമ്മക്ക് തലമുറകളിലൂടെ കൈമാറി കിട്ടിയതും അമ്മ ജീവിതാനുഭവങ്ങളിലൂടെ നേടിയതുമായ അറിവുകൾ മുഴുവനും അവർ എഴുത്തുകളിലൂടെ മകന് പകർന്നു കൊടുത്തു. അങ്ങനെ ജീവിതാനുഭവങ്ങളിലൂടെ നേടിയ എഴുത്തുകളായതുകൊണ്ടാകാം ആ കത്തുകളെ അമ്മതൻ ചിന്മുദ്രകൾ എന്ന് വിശേഷിപ്പിച്ചത്. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, താരാട്ടിലോലുന്ന മാധുര്യമെങ്ങനെ താൻ തന്നെ വന്നു പിറന്നതുമെങ്ങനെ. അമ്മയുടെ എഴുത്തുകൾ. ഈ വരികൾ വിശകലനം ചെയ്ത് പുതുതലമുറയെ കുറിച്ചുള്ള കവിയുടെ വിമർശനം കണ്ടെത്തി എഴുതുക. തായ്മൊഴിയുടെ ഈണം എങ്ങനെ, അത് ഉച്ചരിക്കുന്നത് എങ്ങനെ, മാതൃഭാഷയെ ഓർമ്മിക്കുന്നത് എങ്ങനെ, ഇങ്ങനെയൊക്കെ നാളത്തെ കുട്ടികൾ ചോദിച്ചേക്കാം. താരാട്ടിൻ്റെ മാധുര്യം മറക്കുന്നു, ജന്മം നൽകിയ അമ്മയെപ്പോലും മറക്കുന്നു, മാതാവിനെയും മാതൃഭാഷയെയും മറന്ന് അന്യഭാഷയെയും സംസ്കാരത്തെയും അനുകരിക്കുന്ന ഒരു തലമുറയാണ് ഇന്നുള്ളത്. അമ്മ പാടിയ താരാട്ടിൻ്റെ ഈണം കേട്ട് മാതൃഭാഷയെ അടുത്തറിഞ്ഞവരാണ് മുൻ തലമുറയിലെ ആളുകൾ. ഇന്നുള്ളവർക്ക് താളം തെറ്റിയ താരാട്ട് മാത്രമേ ബാക്കിയുള്ളൂ. താരാട്ടിൻ്റെ മാധുര്യം എങ്ങനെയെന്ന് നാളത്തെ കുട്ടികൾ ചോദിച്ചേക്കാം. ഭാഷയും സംസ്കാരവും മാതൃത്വത്തിൻ്റെ മഹനീയ സങ്കല്പങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. അന്ധമായ അനുകരണ ഭ്രമമാണ് പുതുതലമുറയെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നയിച്ചുകൊണ്ടിരിക്കുന്നത്. സെറ്റല്ലേ. ലാസ്റ്റ് യൂണിറ്റ് മാത്രം കവർ ചെയ്താണ്. കൃത്യമായിട്ട് ഒരു 2 തവണ നോക്കുക, പാഠഭാഗം സെറ്റാക്കി വെച്ചേക്കുക. ഓക്കെ, ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം, രേഖപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.